ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോന്നേ ഞാൻ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. ചേച്ചിയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേച്ചീനെ പുട്ടൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ചേച്ചിക്ക് ചിരി വന്നു. എൻ്റെ മോളും ഇന്ന് അവിടെ നിന്നാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ചായയും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ പുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസം രാവിലത്തെ തിക്കും തിരക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ കുട്ടികളെല്ലാവരും റെഡി ആവുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അവരുടെ പരിപാടികളൊക്കെ അവർ ഇതിൻ്റെ ഇടയിൽ കൂടെ നടത്തുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അവിടെ 4 പേരുണ്ട്. അപ്പോൾ 4 പേരുടെ ബാഗ് റെഡിയാക്കലും പുസ്തകങ്ങൾ ഒതുക്കലും, പിന്നെ ഒരാൾ ചെറുതാണ്, അപ്പോൾ അവളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ചേച്ചി ഇങ്ങനെ ഓടി നടന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴുണ്ട് അപ്പച്ചൻ, മഴയുണ്ട് ആ സമയത്താണ് കേട്ടോ. അപ്പച്ചനവിടെ ചൂണ്ടിടാൻ പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നു. അപ്പച്ചൻ്റെ കയ്യിലുള്ളത് മറ്റേ മുളക്കമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൂണ്ടിടാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും മലിനെയും ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ അവരുടെ ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ അവരുടെ ബാഗും കാര്യങ്ങളെല്ലാം കൊണ്ട് റെഡിയാക്കി കൊണ്ടു കൊടുക്കായിരുന്നു. മിന്നു വൈകിട്ട് വീട്ടിലേക്ക് പോകുന്നതായിരുന്നു പ്ലാൻ. അത് കാരണം കൊണ്ട് ഇവരോടൊക്കെ ടാറ്റ പറഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് അവരൊക്കെ റെഡിയാക്കി വിട്ടു. മിന്നുവിനെ അപ്പച്ചനാണ് കേട്ടോ കൊണ്ടാക്കുന്നത്. ഇന്ന് നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു ഇന്ന് മുടക്ക് തരും എന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ നോക്കിയിരുന്നു. മുടക്കൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ നല്ല പ്രാർത്ഥിച്ച്, നല്ലോണം മഴ പെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും സ്കൂളിൽ പോകുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പും ട്യൂഷൻ കഴിഞ്ഞ് വന്നു കേട്ടോ. അവന് രാവിലെയാണ് ട്യൂഷൻ. അപ്പോൾ രാവിലെ തന്നെ ട്യൂഷന് പോയായിരുന്നു. അത് കഴിഞ്ഞ് അവൻ വന്ന് കഴിഞ്ഞ് വേഗം റെഡിയായി അവൻ്റെ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് അവനെയും വിട്ടു കേട്ടോ. അപ്പോൾ അവൻ ഇവിടുന്ന് സൈക്കിളുമേയാണ് പോകുന്നത് ആനമല ജംഗ്ഷൻ വരെ. അവിടെ അവൻ സൈക്കിൾ വെച്ചിട്ട് അവിടെ നിന്ന് ബസ് കയറിയ പോവാം. അപ്പോൾ അവൻ പഠിക്കുന്നത് കുറ്റിക്കാട് സ്കൂളിലാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും മിന്നും റെഡിയായി. അപ്പച്ചൻ അവളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പച്ചൻ അവളെയും കൊണ്ട് സ്കൂളിലേക്കാക്കി. അപ്പോൾ മിന്നു തിരിച്ചിങ്ങോട്ട് വരില്ല, വൈകിട്ട് വീട്ടിലേക്കാണ് കേട്ടോ പോവുക. അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ടാറ്റയും വൈവയും പറഞ്ഞിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞൊക്കെ കഴിഞ്ഞ ആളും പോയി. ഇനിയാണ് വീട്ടിലെ മെയിൻ താരത്തിൻ്റെ ഇറക്കം. അപ്പോഴേക്കും ചേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഡോണേനെ തുറന്നിട്ടു കേട്ടോ. അതാണ് നമ്മുടെ വീട്ടിലെ മെയിൻ ആൾ. അങ്ങനെ അവളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവൾ വീടിന് ചുറ്റും ഓടും. നമ്മൾ ബാക്ക് സൈഡിലുള്ള വർക്ക് ഏരിയയുടെ അവിടെ രണ്ടും ക്ലോസ് ചെയ്തിടും, അപ്പുറം ഇപ്പുറം ക്ലോസ് ചെയ്തിടും. അപ്പോൾ അവൾ ഇങ്ങനെ ഇവിടെ വന്ന് നിന്നിട്ട് നോക്കും എന്തിട്ടൊക്കെ ഇവിടെ ചെയ്യണേ, തുറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കും. അവളുടെ കൂട്ടീനെ ഇറങ്ങി കഴിഞ്ഞാൽ 2 സൈഡിലേക്കും ഉള്ള വഴി കൂടെ മാത്രം, നമ്മുടെ വീടിൻ്റെ ചുറ്റും മാത്രം ഇങ്ങനെ ഓടി നടക്കും കേട്ടോ. അവളെ ഡെയിലി പുറത്തിറക്കാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചത് മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കില്ല, വീടിനെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കലാണ്. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം അവൾ പോയി. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിറഞ്ഞ ചാക്കൊക്കെ തട്ടിയിട്ടു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ എന്തിട്ടൊക്കെ ഉള്ളതെന്നൊക്കെ നോക്കി നമ്മൾ ഈ ഡോർ തുറക്കണം, അതാണ് അവളുടെ ആവശ്യം. അങ്ങനെ അവൾ വീടിന് ചുറ്റും ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ നമ്മുടെ മുളക്കോലൊക്കെ ശരിയാക്കി. പിന്നെ നമ്മുടെ മീൻ കൊണ്ടുവരുന്ന വലയുണ്ടല്ലോ, എൻ്റെ പരിപാടികളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ചേട്ടനും ഹസ്ബൻഡിൻ്റെ ചേട്ടനും പിന്നെ കൂട്ടുകാരനൊക്കെ കൂടെ പോയി ഇവർ വേറെ മീൻ പിടിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ലീവിന് വരുമ്പോഴാണ് കേട്ടോ കൂടുതലും പോകുന്നത്. അവർക്ക് പിന്നെ വലയുണ്ട്, പിന്നെ എർത്തിട്ടാണ് കേട്ടോ അവർ മീൻ പിടിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക്കാണ്. അപ്പച്ചൻ നമ്മുടെ സാധാരണ മീൻ പിടിക്കില്ലേ, നമ്മൾ നോർമലി ചൂണ്ട ഇങ്ങനെ ഇട്ട് അതിൽ തീറ്റയൊക്കെ വെച്ചിട്ട് പിടിക്കുന്ന പിടുത്താണ് കേട്ടോ. അപ്പോൾ അപ്പച്ചന് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിട്ടാറുണ്ട്, ചിലപ്പോഴൊക്കെ വലിയ മീനും കിട്ടാറുണ്ട് കേട്ടോ. അവർക്ക് അത്യാവശ്യം വലിയ മീനൊക്കെ കിട്ടാറുണ്ട്, 1 കിലോ 1.5 കിലോൻ്റെയൊക്കെ മീനൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. പിന്നെ വീടിന് ചുറ്റും ചെടികളും അതുപോലെ മരങ്ങളും ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുന്നത് അപ്പച്ചനാണ് കേട്ടോ. അവിടെ അപ്പച്ചനാണ് ഇതിന് ഭയങ്കര ക്രേസാണ്. അപ്പച്ചന് ഈ പൂക്കൾ മുഴുവൻ എപ്പോഴും പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ അപ്പച്ചൻ പൂക്കളുള്ള ചെടികൾ ഇങ്ങനെ നോക്കി നോക്കി മേടിക്കും. ആദ്യം ഇലകളുള്ളത് മാത്രമായിരുന്നു വീട്ടിൽ, പിന്നെ അത് മാറ്റി പൂ വേണമെന്നായി, അങ്ങനെ പൂക്കളാക്കി. അപ്പോൾ ഇന്നും പൂവുണ്ടാവും ഇതുമേ. അത് കാരണം കൊണ്ട് പൂക്കളുള്ള ചെടികൾ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അപ്പച്ചനെ നിത്യപ്പൂന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് അതുപോലെ വീട്ടിലൊരു അമ്പഴമരം ഉണ്ട്. അത് നിത്യമ്പഴങ്ങയെന്നാണ് അപ്പച്ചൻ പറയുന്നത്. പക്ഷേ എന്നും അമ്പഴങ്ങ ഉണ്ടാവും കേട്ടോ. അതാണ് അമ്പഴങ്ങ. വീട്ടിലെപ്പോഴും ഉപ്പിലിട്ടത് സ്റ്റോക്കാണ്. ഇതാണ് കേട്ടോ അമ്പഴമരം. നിറയെ അമ്പഴങ്ങയുണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ടാവും. എന്നും അതും അമ്പഴമുണ്ട്. ഫുള്ള് നിൽക്കുന്നത് അമ്പഴങ്ങയാണ്. അതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷേ കൈ പിടിക്കുമ്പോൾ കണ്ടോ ഇത് മുഴുവൻ അമ്പഴങ്ങയാണ്. നല്ല അമ്പഴങ്ങ കേട്ടോ. ഓണം വരാൻ പോലെ കാരണം കൊണ്ട് കുറച്ച് ചെട്ടുമല്ലിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. 2-3 പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും കുറച്ച് ചെട്ടുമല്ലി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബായ്.